ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് 1-2 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അതായത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ കൃത്യം ഏത് സമയത്ത് ഏത് രീതിക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓവുലേഷൻ എന്നുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മെച്യൂർ ആയിട്ടുള്ള എഗ്ഗ് പുറത്തേക്ക് വരുന്ന ദിവസമാണ് ഓവുലേഷൻ ഡേ. ഈ ഓവുലേഷൻ ഡേ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്താലാണ് നിങ്ങൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന എല്ലാവരും ഓവുലേഷൻ ഡേ എന്താണെന്ന് അറിയേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. റെഗുലർ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് ഒരു 28 ദിവസം കൂടുമ്പോൾ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 14ാമത്തെ ദിവസമൊക്കെ അടുപ്പിച്ചായിരിക്കും ഓവുലേഷൻ ഡേ ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന സെർവിക്കൽ മ്യൂക്കസ് കൊണ്ടിട്ടും നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓവുലേഷൻ ഡേ എന്നാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നില്ല. എസ്പെഷ്യലി ഇറഗുലർ പീരിയഡ്സ് ഫേസ് ചെയ്യുന്നവർക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത്. ഇറഗുലർ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 32 ഡേയ്സ് സൈക്കിളായിരിക്കും, ചിലപ്പോൾ 33, ചിലപ്പോൾ 35. ഇങ്ങനെ സൈക്കിളിൽ ഡിഫറൻസ് വരുന്നവർക്കാണ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ളവർ നമ്മുടെ ആവറേജ് പീരിയഡ് സൈക്കിളിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ കൂടി തന്നെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് പലതരത്തിൽ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഐ നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഉണ്ട്. അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ഐ നോ എന്നുള്ള ബ്രാൻഡിൻ്റെ റേറ്റ് ഏകദേശം ഒരു 500 to 600 അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ബ്രാൻഡിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 5 ടെസ്റ്റ് കിറ്റ് ഉണ്ടാകും ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ടെസ്റ്റ് കിറ്റ് ആയിരിക്കും ഇതിലും ഉണ്ടാകുന്നത്. നിങ്ങൾ യൂറിൻ ഡ്രോപ്സ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ടെസ്റ്റ് കിറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതുപോലെ തന്നെ 2 ലൈൻ ഉണ്ടാകും. യൂറിൻ കളക്ട് ചെയ്യാനുള്ള ആ ഒരു നീഡിൽ പോലത്തത് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു കാർഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് യൂറിൻ എടുക്കുക. ഈ യൂറിൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏർലി മോർണിംഗിൽ യൂറിൻ വേണമെന്ന് ആവശ്യമില്ല. ഏർലി മോർണിംഗിലെ യൂറിൻ ഒട്ടും തന്നെ വേണ്ട. ഇത് ഏകദേശം ഒരു 10 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്തുള്ള യൂറിൻ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്ന സമയം, LH ഹോർമോൺ ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഒരു 12 മണി മുതൽ 2 മണി വരെയുള്ള ഒരു ടൈം. ആ സമയത്തുള്ള യൂറിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. ഈ LH ഹോർമോണാണ് ശരിക്കും നമുക്ക് ഓവുലേഷൻ ആയി എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇത് നമ്മളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ LH ഹോർമോൺ. ഓക്കെ, അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങളപ്പോൾ ഈ LH ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുമ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ടത് യൂറിൻ നിങ്ങൾ എടുക്കുക. ദെൻ ഒരു 3 ഡ്രോപ്സ് മതിയായിരിക്കും യൂറിൻ. ആ ഒരു യൂറിൻ കളക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയുള്ള യൂറിൻ കളക്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. അവിടേക്ക് നിങ്ങൾ 3 ഡ്രോപ്സ് യൂറിൻ മാത്രം ഇട്ട് കൊടുക്കുക. ദെൻ റിസൾട്ടിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വാലിഡ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് മാത്രം നിങ്ങൾ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റിൽ ഉണ്ടാകുന്നത് പോലെ CT ഇങ്ങനെ 2 ലൈൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് യൂറിൻ ഡ്രോപ്പ് ഇട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ലൈൻ C ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ LH ഹോർമോൺ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ എന്നാണ് അതിനർത്ഥം. അതായത് C അവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടും തന്നെ LH ഹോർമോൺ ഇല്ല. ഇനി നിങ്ങൾക്ക് Cയും Tയും വന്നിരിക്കട്ടെ. T ലൈൻ വന്നിട്ടുള്ളത് ഫെയിൻ്റ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ ആ ഒരു LH ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കറക്റ്റ് ഓവുലേഷൻ ഡേ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ്ങിൽ ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ചെക്ക് ചെയ്താൽ പിറ്റേ ദിവസം ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നോക്കാം. അങ്ങനെ നോക്കുമ്പോഴേക്കും 2 ലൈനും ഡാർക്ക് ആവും. 2 ലൈനും ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഓവുലേഷൻ ഡേ ആയി എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി 2ലും ഒരു ലൈനും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഒരു ലൈനും ഇല്ലാതെ 2 ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ജസ്റ്റ് 3 ഡ്രോപ്സ് യൂറിൻ ഇടുക, ലൈൻ നോക്കുക. ഫെയിൻ്റ് ആയിട്ടുള്ള ലൈൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓവുലേഷൻ ഡേ അടുക്കാറായി. 2 ദിവസം പിറ്റേ ദിവസം കഴിയുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അന്ന് തന്നെ വൈകുന്നേരം ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഏകദേശം ഒരു 12 മണി തൊട്ട് 2 മണി വരെയുള്ള ടൈമും ഏറ്റവും
ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ദെൻ അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ്. ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഡേയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സൈക്കിളിനെയാണ്. നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എത്രയാണെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കുക. സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ഡിസംബർ 1-ാം തീയതിയാണ് പീരീഡ് ആയതെന്ന് വെക്കുക. എന്നാണോ ഏത് ദിവസമാണോ നിങ്ങൾക്ക് കഴിഞ്ഞ മാസമായത് ആ ദിവസത്തിൻ്റെ തുടക്കത്തിലുള്ള ദിവസവും പിറ്റേ മാസം നിങ്ങൾക്ക് എന്നാണോ ആകുന്നത് ആ ദിവസത്തിൻ്റെ തുടക്കത്തിലുള്ള ദിവസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. ഓക്കെ, അപ്പോൾ 1-ാം തീയതി ആയിട്ടുണ്ടെങ്കിൽ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേറ്റ് 1-ാം തീയതി എടുക്കുക. ദെൻ അടുത്ത മാസം എന്നാണ് നിങ്ങൾക്ക് ആവുന്നത് ആ ഡേറ്റിൻ്റെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ആ ലെങ്ത് ആയിരിക്കും നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറഗുലർ പീരീഡ്സ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് 32 ദിവസം, 34 ദിവസം, 36 ദിവസം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ലെങ്ത് വരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ, അതായത് നിങ്ങൾക്ക് ഇന്ന് ഈ മാസമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇതിപ്പോൾ ജനുവരി അല്ലേ, ഡിസംബർ, നവംബർ, ഒക്ടോബർ ഇങ്ങനെയുള്ള 3 മാസത്തെ ഡേറ്റ് നിങ്ങൾ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 32 ദിവസം സൈക്കിളാണെങ്കിൽ 32 + 33 + 35 എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നിങ്ങളുടെ ആവറേജ് സൈക്കിൾ ലെങ്ത്. ഓക്കെ, ഈ സൈക്കിൾ ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത്, 28 ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 28 ദിവസം സൈക്കിൾ മൈനസ് 17 ഡേയ്സ് അതിൽ നിന്ന് കുറയ്ക്കുക. 28 - 17, അപ്പോൾ നമുക്ക് 11 കിട്ടും. ഈ 11 ഡേയ്സിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ 30 ദിവസത്തെ സൈക്കിളാണ് നിങ്ങൾക്കെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇറഗുലർ ആണ്, 30 ദിവസമാണ് നിങ്ങൾ ആ ആവറേജ് എടുത്തപ്പോൾ കിട്ടിയതെങ്കിൽ 30 - 17, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 13 ദിവസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പീരീഡ് ആയതിൻ്റെ 13ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റ് കിട്ടും, അതായത് 13ാമത്തെ ദിവസം കിട്ടുമല്ലോ. ഈ 13ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇതൊരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. കൂടുതൽ നേരം നിങ്ങൾ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു മെത്തേഡ് നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസ് ആണ്. അതുകൂടാതെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, സെർവിക്കൽ മ്യൂക്കസ് ചിലവരിൽ കിട്ടുന്നില്ല, കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. കാരണം ഇത് LH ഹോർമോണിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഓവുലേഷൻ നടക്കുമ്പോഴാണ് LH ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു 500 to 600 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 5 ദിവസത്തേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും 10 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതെടുക്കാം. ഏറ്റവും കൂടുതൽ ഇത് പീക്കിൽ നിൽക്കുന്നത് ഒരു 12 to 2 PM വരെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദിവസങ്ങൾ, ആ ഡേയ്സ്, ആ സമയങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.